ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഡിസംബർ 2-ാം തീയതിയാണ്. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ആണ് ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. ഹമാര സംവിധാൻ ഹമാര സമ്മാൻ പോർട്ടൽ, അപ്പോൾ അത് ലോഞ്ചായി എന്നായിരിക്കും. നമുക്കൊന്ന് വായിച്ചു നോക്കാം. The Department of Justice is implementing a pan-India year-long nationwide campaign titled Hamara Samvidhan Hamara Samman to celebrate 75th year of India as a republic and the adoption of India's constitution. The campaign was launched on 24th January 2024 by the Honorable Vice President of India. അപ്പോൾ ഹമാര സംവിധാൻ ഹമാര സമ്മാൻ എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, അതൊരു ക്യാമ്പയിനാണ്. ആ ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്തത് ജനുവരി 24, 2024 ഈ വർഷം തന്നെയാണ്, ജനുവരി 24-ാം തീയതി. അപ്പോൾ ഈ ഒരു വർഷം 75th ഇയർ ഓഫ് ഇന്ത്യ ആസ് റിപ്പബ്ലിക് ആയിട്ടുള്ളതിൻ്റെ സെലിബ്രേഷൻ, അതേപോലെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നതിൻ്റെ സെലിബ്രേഷനും കൂടി ആയിട്ടാണ് ഈ ഒരു ഹമാര സംവിധാൻ ഹമാര സമ്മാൻ എന്ന് പറയുന്ന ഈ ക്യാമ്പയിന് സെലിബ്രേറ്റ് ചെയ്യുന്നത്. Following this, 3 regional events have also been organized in Bikaner, Rajasthan on March 9, 2024 in Prayagraj, Uttar Pradesh on July 16, 2024 and in Guwahati, Assam on November 19, 2024 respectively to ensure decentralized outreach of the campaign. അപ്പോൾ അതൊക്കെ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ്. നിങ്ങൾക്കിത് വായിച്ച് നോക്കാം, ഫുള്ളായിട്ട് വായിക്കാം. ഇതിൻ്റെ കണ്ടിന്യൂഷൻ നെക്സ്റ്റ് പേജിലും കൂടി ഉണ്ട്. അപ്പോൾ ഇതിൻ്റെയും കൂടി സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് എടുത്ത് വെക്കാം. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആൻഡ് ADB സൈൻ $98 million ലോൺ ടു പ്രൊമോട്ട് പ്ലാന്റ് ഹെൽത്ത് മാനേജ്മെൻറ്റ് ഇൻ ഇന്ത്യാസ് ഹോർട്ടിക്കൾച്ചർ. അപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും അതേപോലെ ADBയും കൂടിയിട്ട് ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിരിക്കുകയാണ്. $98 million ലോണാണ് സൈൻ ചെയ്തിരിക്കുന്നത്. ടു പ്രൊമോട്ട് പ്ലാന്റ് ഹെൽത്ത് മാനേജ്മെൻറ്റ് ഇൻ ഇന്ത്യയുടെ ഹോർട്ടിക്കൾച്ചർ ഡെവലപ്മെൻറ്റിൽ പ്ലാന്റ് ഹെൽത്തിൻ്റെ മാനേജ്മെൻറ്റിന് വേണ്ടി, അത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ലോണ് സൈൻ ചെയ്തിട്ടുള്ളത്, ഇന്ത്യൻ ഗവൺമെൻറ്റും അതേപോലെ ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കിത് വായിച്ചു നോക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. ICG, അതായത് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് കണ്ടക്ട്സ് 11th നാഷണൽ മാരിടൈം സെർച്ച് ആൻഡ് റെസ്ക്യൂ എക്സസൈസ് ഓഫ് കൊച്ചി കോസ്റ്റ്. അപ്പോൾ കൊച്ചി കോസ്റ്റിൽ വെച്ചിട്ട് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് 11ാമത്തെ നാഷണൽ മാരിടൈം സെർച്ച് ആൻഡ് റെസ്ക്യൂ എക്സസൈസ് കണ്ടക്ട് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കിത് വായിച്ചു നോക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. നെക്സ്റ്റ് ന്യൂസ്, ഇന്ത്യ ആൻഡ് യുണൈറ്റഡ് കിങ്ഡം സൈൻ ഫ്രെയിംവർക്ക് പാക്ട് ഫോർ ഇലക്ട്രിക് പ്രൊപ്പൽഷൻ സിസ്റ്റംസ് ഫോർ വാർഷിപ്സ്. അപ്പോൾ ഇന്ത്യയും UK കൂടിയിട്ടൊരു ഫ്രെയിംവർക്ക് പാക്റ്റ് ആണ് സൈൻ ചെയ്തിട്ടുള്ളത്. ഇലക്ട്രിക് പ്രൊപ്പൽഷൻ സിസ്റ്റം വാർഷിപ്പിൽ ഇലക്ട്രിക് പ്രൊപ്പൽഷൻ സിസ്റ്റത്തിൻ്റെ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിച്ചു നോക്കാം. ഇന്ത്യ ആൻഡ് ദ UK ഹാവ് സീൽഡ് എ ഫ്രെയിംവർക്ക് എഗ്രിമെൻറ്റ് ടു co-design and co-produce electric propulsion systems to be used in futuristic warships in sync with their aim to broad-base cooperation in the strategic domain. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് വായിക്കുകയും ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. നെക്സ്റ്റ് ന്യൂസ്, കൊൽക്കത്ത ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ അനൗൺസസ് ഫ്രാൻസ് ആസ് ഫോക്കസ് കൺട്രി. അപ്പോൾ കൊൽക്കത്ത ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഫ്രാൻസിനെ ഫോക്കസ് കൺട്രി ആയിട്ട് അനൗൺസ് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് വായിച്ചു നോക്കാം. അപ്പോൾ 30th എഡിഷൻ ഓഫ് കൊൽക്കത്ത ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ആണ് നടന്നത്. അപ്പോൾ അവരാണ് സ്റ്റേറ്റഡ് ടു കിക്ക് ഓഫ് ഓൺ ഡിസംബർ 4-ാം തീയതിയാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ അവർ അനൗൺസ് ചെയ്തു 175 ഫിലിംസ് ഒക്കെയാണ് അനൗൺസ് ചെയ്തിട്ടുള്ളത് 29 രാജ്യങ്ങളിൽ നിന്നും. അതേപോലെ ഫ്രാൻസിനെ ഫോക്കസ് കൺട്രി ആയിട്ട് ഈ ഫിലിം ഫെസ്റ്റിവലിൽ തിരഞ്ഞെടുത്തു. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് വായിച്ചു നോക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. ഗുജറാത്ത്സ് ഘർചോളാസ് റിസീവ് ജോഗ്രാഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ്. അപ്പോൾ ഗുജറാത്തിൻ്റെ ഘർചോളാസിന് ജോഗ്രാഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് കിട്ടി. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഗുജറാത്തി ഘർചോളാസ് ട്രഡീഷണലി വോൺ ഓൺ വെഡ്ഡിങ്സ് വിത്തിൻ ഹിന്ദു ആൻഡ് ജെയിൻ കമ്മ്യൂണിറ്റീസ് ഹാസ് റിസീവ്ഡ് എ ജോഗ്രാഫിക്കൽ ഇൻഡിക്കേഷൻ ഓർ GI ടാഗ് ഫ്രം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. അപ്പോൾ ഗുജറാത്തി ഘർചോളാസ് എന്ന് പറയുന്ന ഒരു വസ്ത്രമാണ്. അപ്പോൾ അതിന് ട്രഡീഷണലി ധരിക്കുന്നത്
ഹിന്ദു ആൻഡ് ജെയിൻ കമ്മ്യൂണിറ്റീസിൻ്റെ വെഡ്ഡിങ്സിനൊക്കെയാണ് അത് ധരിക്കുക. അപ്പോൾ അതിന് ജോഗ്രാഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇപ്പോൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ബാക്കിയുള്ളത് നിങ്ങൾക്ക് വായിച്ച് നോക്കാം. ഒരുപാട് പോയിന്റുകളായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. പേസർ സിദ്ധാർത്ഥ് കൗൾ അനൗൺസസ് റിട്ടയർമെൻറ്റ് ഫ്രം ഓൾ ഫോംസ് ഓഫ് ക്രിക്കറ്റ്. അപ്പോൾ ഇത് സ്പോർട്സ് റിലേറ്റഡ് ന്യൂസാണ്, ക്രിക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസാണ്. പേസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാസ്റ്റ് ബോളർ എന്നാണ് അർത്ഥം. ഫാസ്റ്റ് ബോളർ സിദ്ധാർത്ഥ് കൗൾ എല്ലാ ഫോംസ് ഓഫ് ക്രിക്കറ്റിൽ നിന്നും വിരമിച്ചു എന്നാണ് പറഞ്ഞിട്ടുള്ളത്, അനൗൺസ് ചെയ്തു റിട്ടയർമെൻറ്റ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിച്ച് നോക്കാം. ജസ്റ്റ് ഫോർമർ ഇന്ത്യൻ ഇൻ്റർനാഷണൽ സിദ്ധാർത്ഥ് കൗൾ ഹാസ് അനൗൺസ്ഡ് ഹിസ് റിട്ടയർമെൻറ്റ് ഫ്രം പ്രൊഫഷണൽ ക്രിക്കറ്റ് അറ്റ് ദ ഏജ് ഓഫ് 34. 34 വയസ്സിലാണ്, ഇപ്പോൾ 34 വയസ്സായപ്പോഴാണ് അനൗൺസ് ചെയ്തത് റിട്ടയർമെൻറ്റ്. ഫോളോയിങ് ആൻ അൺസോൾഡ് ബിഡ് ഇൻ ദ IPL ഓപ്ഷൻ 2025. അപ്പോൾ ഈ IPL ഓപ്ഷനിൽ അൺസോൾഡ് ആയി നിന്നു, അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ വിരമിച്ചത്. ദ റൈറ്റ് ആം ഫാസ്റ്റ് ബോളേഴ്സ് ജേർണി ഇൻ Indian cricket spans nearly 2 decades, commencing in 2007 with a first-class debut for Punjab against Odisha in Mohali. Kaul played a pivotal role in the Indian under-19 team that clinched the World Cup in 2008, led by none other than Virat Kohli. His international career took flight in 2018, featuring in 3 ODIs and as many as T20 internationals. അപ്പോൾ ഇതൊക്കെ ബാക്കി റെക്കോർഡ്സ് നേടിയതൊക്കെയാണ്. ഓവർ ഹിസ് കരിയർ ഹി ഹാസ് ഡോൺഡ് വിത്ത് ദ വൈറ്റ്സ് ഇൻ 88 ഫസ്റ്റ് ക്ലാസ് മാച്ചസ്, സെക്യൂറിങ് എ റിമാർക്കബിൾ 297 വിക്കറ്റ്സ്, 17 ഇൻസ്റ്റൻസ് ഓഫ് 5 വിക്കറ്റ് ഹോൾസ് ഉണ്ട്. അതേപോലെ വൈറ്റ് ബോൾ റെക്കോർഡ് എന്ന് പറയുന്നത് 199 വിക്കറ്റ് ഇൻ 111 ലിസ്റ്റ് എ മാച്ചസിലാണ്. അപ്പോൾ നിങ്ങൾക്കിത് വായിച്ചു നോക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് വായിക്കാം. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. ഇന്ത്യ ഗെറ്റ്സ് റീ ഇലക്റ്റഡ് ടു UN പീസ് ബിൽഡിംഗ് കമ്മീഷൻ ഫോർ 2025-26. അപ്പോൾ ഇന്ത്യ റീ ഇലക്റ്റ് ചെയ്തിരിക്കുകയാണ് UN പീസ് ബിൽഡിംഗ് കമ്മീഷനിലേക്ക്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിക്കാം. ഇന്ത്യ വാസ് റീ ഇലക്റ്റഡ് ടു ദ UN പീസ് ബിൽഡിംഗ് കമ്മീഷൻ ഫോർ ദ 2025-26 term, continuing its active role in global peace efforts. The Peace Building Commission is an intergovernmental advisory body that supports peace efforts in conflict-affected countries and adds capacity to the international community's broader peace agenda. അപ്പോൾ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. ഇന്റർനാഷണൽ ഡേ ഓഫ് സോളിഡാരിറ്റി വിത്ത് പലസ്റ്റീനിയൻ പീപ്പിൾ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത് 29th November ആണ്. അപ്പോൾ അതെന്താണെന്ന് നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഇൻ 1977 ദ ജനറൽ അസംബ്ലി കോൾഡ് ഫോർ ദ ആനുവൽ ഒബ്സർവൻസ് ഓഫ് 29th November ആസ് ഇന്റർനാഷണൽ ഡേ ഓഫ് സോളിഡാരിറ്റി വിത്ത് ദ പലസ്റ്റീനിയൻ പീപ്പിൾ, റെസൊല്യൂഷൻ 32/40B. On that day in 1947, the Assembly adopted the resolution on the partition of Palestine, Resolution 181 subsection 2. In Resolution 60, ഇതിൻ്റെ ഡീറ്റെയിൽസ് ആണ്, നിങ്ങൾക്കിത് വായിക്കാം. അപ്പോൾ മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി നിങ്ങൾക്കിത് വായിച്ചു നോക്കാം. ഡീറ്റെയിൽസ് കൂടുതലായിട്ട് വിശദീകരിച്ച് കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ ഇൻ്റർനാഷണൽ ഡേ ഓഫ് സോളിഡാരിറ്റി വിത്ത് പലസ്റ്റീനിയൻ പീപ്പിളായിട്ട് ഒബ്സർവ് ചെയ്യുന്നത് 29th November ആണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഡേ ഓഫ് റിമംബ്രൻസ് ഫോർ ഓൾ വിക്ടിംസ് ഓഫ് കെമിക്കൽ വാർഫെയർ 30th November. അപ്പോൾ ഡേ ഓഫ് റിമംബ്രൻസ് ഫോർ ഓൾ വിക്ടിംസ് ഓഫ് കെമിക്കൽ വാർഫെയറിൽ അകപ്പെട്ട അല്ലെങ്കിൽ അതിൻ്റെ വിക്ടിംസ് ആയിട്ടുള്ള എല്ലാവരുടെയും ഡേ ഓഫ് റിമംബ്രൻസ് ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത് 30th November ആണ്. കെമിക്കൽ വെപ്പൺസ് ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള അതിൻ്റെ ഇരകളായവരെ റിമെമ്പർ ചെയ്യാനുള്ള ഡേ ആയിട്ടാണ് 30th November ഒബ്സർവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിച്ചു നോക്കാം. ദ കോൺഫറൻസ് ഓഫ് ദ സ്റ്റേറ്റ്സ് പാർട്ടീസ് ടു ദ കെമിക്കൽ വെപ്പൺസ് കൺവെൻഷൻ അറ്റ് ഇറ്റ്സ് 20th session ഡിസൈഡഡ് ദാറ്റ് എ മെമ്മോറിയൽ ഡേ ഓഫ് റിമെമ്പറൻസ് ഫോർ ഓൾ വിക്ടിംസ് ഓഫ് കെമിക്കൽ വാർഫെയർ would be observed on 30th November each year or when appropriate on the first day of the regular session of the conference. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൽ ഇത്രയേ ഉള്ളൂ. ഒരുവിധം എല്ലാ ഇമ്പോർട്ടൻറ്റ് ന്യൂസും ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമുക്കപ്പോൾ നാളത്തെ കറണ്ട് അഫയേഴ്സിൽ വീണ്ടും കാണാം. സോ ബൈ എവരി വൺ.